എൻ്റെ പൊന്നാര ചങ്കുകളെ മാണിക്ക കല്ലുകളെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോ ഈ കാണുന്നതാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴി. രണ്ട് മതിലുകൾക്കിടയിലൂടെയുള്ള വഴിയാണ്. അപ്പോൾ അത് വഴിയല്ല, അത് വെള്ളം പോകുന്ന ചാല. അത് വെള്ളം വന്നുകൊണ്ടിരുന്ന ചാല് ഞങ്ങളൊരു 4 വീട്ടുകാരുണ്ട് ഇവിടെ. ഈ 4 വീട്ടുകാർ ചേർന്നിട്ട് അവിടെ കുറച്ച് സൈഡ് കെട്ടാണ്ടായിരുന്നു, അവിടെയൊക്കെ കെട്ടി ഒന്ന് റെഡിയാക്കി ഓട്ടോറിക്ഷ ഇപ്പോൾ വീട്ടിലെത്തും. പിക്കപ്പ് ഫ്രണ്ടൊക്കെ ചെറിയ രീതിയിലൊന്ന് ഞെരുങ്ങിയൊക്കെ വരും. അത് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഈ തൊട്ട് മേളിലൊരു വീട്, പഞ്ചായത്തിൻ്റെ വീട് കിട്ടിയതാണ്. ആ വീട്ടിൽ അവർ വീട് വെക്കുമ്പോൾ ഇതെല്ലാം വെള്ളച്ചാല, അവിടെ നിന്ന് റോഡിന് തലയിൽ ചുമന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കിടക്കുന്ന ഒരു വഴിവിളക്ക്, അതിനകത്ത് അന്നങ്ങാണ്ടൊരു ബൾബ് കൊണ്ടിട്ട് അത് പോയി. ഇപ്പം എന്തായാലും അവിടുത്തെ ആൾ ആ 2 വീട്ടിലും തെണ്ണക്കാരാണ്. പിന്നെ ഇവരെ ആരേക്കും അനുവാദവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരെയും കാണിക്കുന്നില്ല, പറയുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഏണി കൊണ്ടുവന്ന് ഞാൻ മാറ്റിയിട്ട ബൾബ്. രാത്രിയൊക്കെ എന്ത് ഇരുട്ടാന്ന് പറയും. ഈ ഭാഗത്ത് വെട്ടമില്ലാത്തതിൻ്റെ ഒരു വെട്ടം വേണം. പിന്നുള്ളത് എന്നോട് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യമുണ്ട്. അതായത് പല ആൾക്കാർക്കും പല രീതിയിലുള്ളൊരു മറുപടി ആക്കി വെച്ചോ ഇത്. ഒന്ന്, എന്നെ തിരിച്ച് ഗൾഫിലോട്ട് വിളിക്കുന്നവരുണ്ട്. അത് വലിയ മനസ്സെന്നല്ല, ഞാൻ അവിടെ നിന്നത് എങ്ങനെയാണെന്ന് അറിയാം, എനിക്ക് അവിടെ നിന്നാൽ എന്ത് കിട്ടുമെന്നറിയാം, അതെല്ലാം അറിയാവുന്ന ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയുന്നത് ഞാൻ വരാൻ പറ്റില്ലാത്ത കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തത്, നീ ഈ വെളുപ്പാങ്കാലത്ത് 5 മണി മുതൽ രാത്രി 10 മണി വരെ കിടന്ന് ചെയ്തിട്ട് നിൻ്റെ ഗന്ധിയെ എന്ന് ചോദിക്കുന്നുള്ളവരോട്. പിന്നെ ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും നിയമപരമായിട്ടെന്ന് വിചാരിച്ചിട്ട് നാളെ മുതൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു തുടങ്ങിയിട്ട് എന്നോട് സിമ്പതി കാണിക്കണമെന്നല്ല, അങ്ങനെ കാണിക്കുകയും ചെയ്യണ്ട. ഇന്നലെ വരെയും പറഞ്ഞില്ലേ, തിരിപ്പും മറുപ്പും ഒക്കെ ആയതുകൊണ്ട് തലക്കരത്തിൽ തന്നെ നടക്കുന്നത്. കാരണം ഡെയിലി റോളിങ് നടക്കണമെങ്കിൽ കയ്യിലൊന്നുമില്ലാതെ പാപ്പരെ പോലെ നടന്ന ഒരു വകയും ഒരാളും തരത്തില്ല. അതുകൊണ്ട് പിന്നെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള പവറിൽ തന്നെ പോകുന്നത്. എന്ന് വിചാരിച്ച് വീട്ടിലൊന്നും ഒരു സാധനത്തിനും ഒരു കുറവും വരാറില്ല. വീട്ടിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാധനത്തിൻ്റെ വിലകൾ കൊണ്ടിട്ട് ഓടിയാൽ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ വരെ അഭിമാനം കെട്ടിപ്പിടിച്ചിരുന്ന ഞാൻ അതും കൊണ്ട് നടന്ന ഇനി നടക്കില്ല എന്ന് കണ്ടിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ് പോരി. അപ്പോൾ ഇതാണ് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് മേലെ ആയെന്ന് തോന്നല്ലോ ഈ വീട് വെച്ചിട്ട്. ഈ വീട് വെച്ച കഥ, ആ ഗൾഫിൽ പോയി നിന്നിട്ട് ഒരിത്തിരി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഭാഷ പഠിച്ചും ലൈസൻസും ഒക്കെ എടുത്തു വന്നത് നല്ലൊരു തുക ചിലവാണ്. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് വന്നിട്ട് നാട്ടിൽ നിന്നും തിരിച്ച് 2-3 ട്രിപ്പ് പോയി വന്നു. വല്ല വിധേനയും ഇങ്ങനൊരു സ്ഥലം ഒപ്പിച്ചെടുത്ത് അത് മേലത്തെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും പകുതി മേടിച്ചതാണ്. പോരെ, പകുതി മേടിച്ച് അന്ന് ഈ വഴിയൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ പകുതി മേടിച്ചിട്ട് വണ്ടി പോലും വരില്ല. അന്ന് കുറേ കൂട്ടുകാരും ഒക്കെ ആയിട്ട് താഴെ തോട്ടം വഴി സാധനം പിക്കപ്പിൽ കൊണ്ടുവന്നിട്ട് പച്ച മണ്ണ് കോരി വെച്ചിട്ട് അതിൻ്റെ മേലെ 4 വരി കട്ടയും വെച്ച് അതിനകത്ത് സീലിംഗ് അടിക്കാൻ ഞാൻ നിന്നത്. അന്ന് ഒരു വൈഫിൻ്റെ ഉമ്മ ക്യാൻസർ രോഗി, അവർക്ക് 10-15 കൊല്ലമായി. അന്നും ഇന്നും 1 സെൻറ്റ് ഭൂമി പോലും ഇല്ല. അതിനൊക്കെ കുറേ ഞാൻ നടന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ എന്നോട് ചോദിച്ചത് അവർക്ക് മക്കളില്ലയോ, ഇവിടെ കൊടുത്തേക്കുന്നതൊക്കെ മക്കളില്ലാത്തവർക്കാണോ, മക്കളില്ലോ എന്ന് ചോദിച്ചു. ഉണ്ട്, ശരി, 2 മക്കൾ, ഇതാണ്, ഒരു വകയും തന്നിട്ടില്ല, അതാണ്ട് ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ കെട്ടി, കാരണം തരാൻ അവരുടെ കയ്യിലില്ല. അതേപോലൊരു രോഗിയാണ് വൈഫിൻ്റെ ഫാദർ. ആ രോഗിക്ക് ഇന്ന് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഞാൻ കൊണ്ടുകൊടുത്ത ആധാറിന്, ആ ആധാർ ഉണ്ടാക്കാൻ ഞാൻ പെടുന്ന പാടെന്ന് പറഞ്ഞ, കാരണം കിടപ്പുണ്ടാകത്ത ആൾ ഞാൻ കാണിച്ചുതരാം. കിടന്നു പോയാൽ ആധാറില്ല, അത് ഒരിടത്ത് പോയാൽ ഒരു കാര്യവും നടക്കില്ല. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞില്ല, ഇതിനകത്തോട്ട് വഴി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ ആട്ടുംകൂട് പണിയാൻ തുടങ്ങിയപ്പോഴാണ് ഒരു വീഡിയോ ചെയ്താലോ, കുറേ പേര് എന്നെപ്പറ്റി ചോദിക്കുന്നവരും പിന്നെ എൻ്റെ എന്തോ ചരിത്രം അല്ലെങ്കിൽ വീഡിയോ പിടിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നതിന് മുമ്പ് എൻ്റെ ചരിത്രം ഞാൻ തന്നെ ചെയ്യുന്നതിലും ആദ്യം നല്ലത് പോര്. അപ്പം ദുബായ് ജീവിതം നിർത്തി വന്നപ്പോൾ പിന്നെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഞാൻ വന്നതിൻ്റെ പിറ്റേ മാസം കൊറോണ പോയി. ഈ കൊറോണ വന്നപ്പോൾ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആയപ്പോൾ ആട് വളർത്തൽ തുടങ്ങാമെന്നും പറഞ്ഞിട്ട് കുറച്ച് ആടുകൾ മേടിച്ച് അന്ന് തട്ടിക്കൂട്ടിയ ഒരു കൂടായത്. അങ്ങനെ ഒരു കൂടൊപ്പിച്ച്, ഈ കൂടൊന്നും വേറെ ആരെയും വിളിച്ച് ചെയ്യുന്നതല്ല, ഒക്കുന്ന സമയം. കാരണം അന്ന് കുറച്ച് റബ്ബർ വെട്ട് മാത്രമേ ഉള്ളൂ. അന്ന് കുറച്ച് റബ്ബർ വെട്ടും വന്നിട്ട് ഇവർ ഈ കൂട് നിർത്താൻ 40 ആട് വരെ ഉണ്ട്. കാരണം ഒരു വരുമാനം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം നടക്കിടക്കുന്ന ഈ 2 ആറാം പറഞ്ഞവന്മാർക്ക് 2 പേർക്കും കൂടെ ഓരോ റൂം ഉണ്ടാക്കണം. അവന്മാരെ ഒന്ന് നിർത്തിയെടുക്കാന്നുള്ള പരിപാടിയില്ല. 11-ാം തീയതി 8-ാം തീയതി ആകുമ്പോൾ 3 മാസമാവും. പാട് കുറച്ചു. അപ്പോൾ ഈ കൂട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ക്രാക്കുട്ടിയെ വിട്ടിട്ട് കോഴിയെ വളർത്താൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞില്ല, പറ്റുന്ന മണ്ടത്തരങ്ങളിൽ ഒന്നായി കിടക്കുന്നു. ഒരാട്ടുംകുട്ടിയെ വിട്ടിട്ട് കോഴിക്കൂടിന് വേണ്ടി പെട്ടെന്ന് തട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത് കോഴിയൊക്കെ വളർത്തി 25 കോഴി മേടിച്ച് 2 എണ്ണം നേർച്ച പറഞ്ഞ് അതിൽ മാത്രം കിട്ടി. ബാക്കി പട്ടി തിന്നോ പന്നി തിന്നോ എന്തൊക്കെയായിട്ട് അത് പോയി, നഷ്ടമാകും.
അപ്പോൾ അങ്ങനെ അതാ ഇതിനകത്ത് നിന്നിരുന്നു അത് ബാത്റൂമാണ്. ഇതിനകത്ത് നിന്നിരുന്നു 5 കിടാവ്. കാരണം അവരാരെങ്കിലുമൊക്കെ വിളിച്ചാൽ ക്രോസിങ്ങിന് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ അതൊക്കെ പോയി. കാരണം വരുമാനം ഇപ്പോൾ കുറയുന്നതിനനുസരിച്ച് ഇവരെ നിർത്തൽ നടക്കൂല. രണ്ടാമത് കുറച്ച് ഈ നമ്മൾ ചില ചാനൽ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ ചിലത് കാണാൻ പറ്റും. ഈ വാസ്തുശാസ്ത്രം പറയുന്ന ജ്യോത്സ്യന്മാരോ ആരാ. അപ്പോൾ അവരോട് ചോദിക്കാനുള്ളത്, ഇത് എൻ്റെ ബാത്റൂമിൻ്റെ കുഴി കിടക്കുന്ന ഈ സ്ഥലത്താണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ മൂല കാണുന്നതാണ്. ഇത് കന്നിമൂലയിലായതുകൊണ്ടാണോ ഞാൻ ഈ കിടന്ന് ഓടിയിട്ട് മുന്നോട്ട് പോകാത്ത? കന്നിമൂലയിലാണോ കുഴി? രണ്ടാമത്തെ കേസ്, ഈ കാണുന്ന വീട് ഇതായിരിക്കുന്നത് ഇവിടെ അരകല്ല് വെച്ചിരുന്നത്. ഇപ്പോൾ അരകല്ലൊക്കെ മാറി മിക്സി ആയതുകൊണ്ട് ഈ സ്ഥലം വേസ്റ്റ്, പാത്രങ്ങൾ അടുക്കളയിലോട്ട് പറക്കി വെച്ച് കഴുകുന്ന സ്ഥലം ഇതാണ്. ഈ വെള്ളം വീഴുന്ന സ്ഥലം ഇതാണോ കന്നിമൂല? അത് ഈ വെള്ളം വീണിട്ടാണോ ഒരു മാറ്റം വരാത്ത? രണ്ടാമത്തെ അടുക്കള തുറക്കണ്ട, അടുക്കള കിടക്കട്ടെ. ബാക്കി ഇതാണ്ട് ഇതിനകത്താണ് ഇന്നിപ്പോൾ 2, 4 ഒരു മോള് സ്കൂളിൽ പോയി, ഒരാൾ താണ്ട തൊട്ടിലി കിടക്കുന്ന, ഒരാൾ താണ്ട കട്ടിലി കിടക്കുന്ന. മമ്മി ഇതാണ്ട് ഒരാൾ ഇതാ കട്ടിലി കിടക്കുന്ന. അല്ല മമ്മി ഇങ്ങോട്ട് തിരി പറയ്. ഇതെൻ്റെ ഉമ്മ താണ്ട ഈ കാല് ഇപ്പുറത്തോട്ട് തിരി, പയ്യെ തിരി. ഈ കാല് ഇപ്പം നക്കിയൊക്കെ വെച്ചേക്കുക. ഈ കാലിന്റെ ഈ ഭാഗം നടുകിയിരിക്കുന്നത് എല്ല് തള്ളി പുറത്തോട്ടിരിക്കുക. അപ്പോ ഇതിനകത്ത് നിന്നുകൊണ്ട് ആ കൈ ഒന്ന് തട്ടിയ ഫാൻ തട്ടും. ഫാൻ തട്ടെന്ന് പറഞ്ഞില്ലേ, 4 ഇഞ്ച് കട്ടയ്ക്കകത്ത് മേലെ ആസ്പെറ്റാസ് പിടിച്ചു വെച്ചേക്കുക. ഇത് കിടക്കുന്ന ഉമ്മയുടെ കഥയെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ, കാരണം ഇവർക്ക് നാളെ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻകൂട്ടി ഒരു ടൈം ടേബിൾ വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തില്ല. അതിന്റെ കാരണം എന്നോട് പറയും, നീ എങ്ങും പോവല്ലേടാ. 6 മക്കളിൽ, എൻ്റെ ഉമ്മച്ചിയുടെ 6 മക്കളിൽ സമ്പന്നൻ ഇന്ന് ഈ കാണിച്ച ഞാനാ. അപ്പം ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? സ്വന്തമായി ഈ പറയുന്ന 5 സെന്റ് അന്ന് അങ്ങനെ മേടിച്ചുവെങ്കിലും ആ 5 സെന്റ് സ്ഥലം സ്വന്തമായി ഉള്ളതെന്ന് എനിക്ക് ഈ എൻ്റെ അമ്മച്ചിയുടെ 6 മക്കളിൽ, പിന്നെ ഇവരെ അതായത് 6 മക്കളും, ഈ 6 മക്കളിലും ആർക്കും പിന്നെ പാരമ്പര്യമായി കള്ളു കുടിക്കാൻ അറിയത്തില്ല. ഞാൻ ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ച് വിചാരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ അവരിപ്പോഴും ചോദിക്കുന്നത്, നീ ഞങ്ങളെ കണ്ടുപടിയുന്ന കാരണം അവരുടേതായിട്ടുള്ള കാരണങ്ങളാൽ ആ 3 പേരും വന്ന് കുടുംബത്തിൽ നിൽപ്പുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ ഇവരുടെ പേരിൽ കിടക്കുന്ന ഒരു 5 സെന്റ് സ്ഥലം കോളനിയുടെ മുകളിൽ 10-12 കൊല്ലത്തിന് മുമ്പേ പഞ്ചായത്ത് കൊടുത്തൊരു വീട് ഇടിയും പൊളിയും ഒക്കെ കിടപ്പുണ്ട്. അവരെല്ലാം അതിനകത്തുണ്ട്. ഇന്നും സ്വന്തം വാപ്പ മരിച്ച് പള്ളി കൊണ്ടടക്കിയേക്കുന്ന ഖബർ കുഴി ഏതാണെന്ന് അറിയാത്ത മക്കളാണ് അവര്. ആ മക്കള് പെമ്മക്കൾ കട്ടൻ 2 എണ്ണം ഉണ്ട്. അന്നിറങ്ങി പോയിട്ട് അന്നന്ന് ഉണ്ടാക്കിയിട്ട് വേണം. അതിൻ്റെ ഇടയിൽ എന്തോ 10, 12, 14 കൊല്ലത്തിന് ശേഷം എനിക്കൊരു മോള് ജനിച്ചു. ഫസ്റ്റ് വേറെ ഒരെണ്ണം ഉണ്ട്. ആ ഒരു മോള് ജനിച്ചു. ആ സമയം അതിൻ്റെ തലേന്നോ പിറ്റേന്നോ താണ്ട വീണു. അന്ന് മറിഞ്ഞു വീണ് കാലും ഇങ്ങനെയായിട്ട് കിടക്കുക, മാസം 5 അപ്പോൾ ഇതിനു മുമ്പേ കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേ മാസത്തിൽ പിന്നെ അതിനി ആണ്ട് നടത്തേണ്ടുന്നത് എന്ന് നടത്തണമെന്ന് തന്നെ ഇത് കേൾക്കുന്നവർ കാണുന്നവരും ഉണ്ടെങ്കിൽ പറയും. ഫെബ്രുവരി 29 മരിച്ചേക്കുന്ന ഈ മാസം മുതൽ 28 കാണും. അതിൻ്റെ ചടങ്ങ് നടത്തണം. ഇതൊന്നും ഈ പറഞ്ഞ ബാക്കി ആളുള്ളവർക്ക് ആർക്കും അറിയില്ല, ചെയ്യണ്ട. അപ്പോൾ ഈ പെങ്ങക്കുള്ള ഒരു വീട്ടിലായിരുന്നു ആൾ നിന്നതും കിടന്നതും ഒക്കെ. അതൊക്കെ അന്നന്നിറങ്ങി പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ഉമ്മായും കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുന്നേ വരെയും സ്വന്തം കാര്യങ്ങൾ ഇറങ്ങി പോവുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്നും ഈ മക്കൾക്കുള്ള കൂടെ കുടുംബത്തുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും വയ്യാതെ വന്നു. അപ്പം എങ്ങനെയാണെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് വരെ ഒരു പെങ്ങളെ കൂട്ടിലാണ്, മൂത്ത പെങ്ങൾക്കുള്ള കുട്ടി. ആ പെങ്ങളോ ഇവരിൽ ഈ പറയുന്ന എൻ്റെ ഉമ്മായിൽ 6 മക്കളിൽ ഏതൊരാളിൻ്റെ കൈ കാലിലും സ്വന്തമായി കൊണ്ടാൽ, അവരുടെ കാലിൽ ഒരു മുള്ള് കൊണ്ടാൽ സ്വന്തമായി ഊരാൻ കഴിയത്തില്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന കോൾ എനിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോളൂ, ഫസ്റ്റ് വരുന്ന കോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുമെടാ ഇന്നൊരു മുള്ള് കൊണ്ടേക്കുന്നു. ഈ വരുന്ന 5 പേരുടെയും കോൾ അങ്ങനെയാണ്. ഇന്ന് അവർക്ക് പറഞ്ഞില്ല, അവരുടെ അവസ്ഥയും അത് തന്നെയാണ്. അന്നന്നിറങ്ങിപ്പോയിട്ട് ജീവിച്ച് അന്നന്നിറങ്ങിപ്പോയി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന മക്കളാ ബാക്കിയുള്ള ആ മക്കൾ. അവർ വരത്തില്ല, ഡെയിലി ഇവിടെ കാണത്തില്ല. ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും. ഇവരെ ഈ കിടക്കുന്നവരെ ഇനി ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടാ ഈ കയറി പോകേണ്ടത്, ഗൾഫിലോട്ട് പോകേണ്ടത്? ഇതേ അവസ്ഥയിൽ 2 പേര് പിന്നെയുണ്ട്. വൈഫിൻ്റെ ഉമ്മ ക്യാൻസർ രോഗിയാ, ഫാദർ വയ്യ. എൻ്റെ കൂടെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനു വിളിച്ചാലും കൂടെ വരുന്നുണ്ട്. വയലിലൊക്കെ എന്തെങ്കിലും ചെയ്താൽ ഇരുന്നും ചവച്ചു ഒക്കെ. കാരണം ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ത് ചെയ്യണം ഏതാണെന്ന് നോക്കാൻ പറ്റൂ. ആധാറിന് പോയിട്ട് ഇപ്പോൾ 1 കൊല്ലത്തിന് ശേഷമുണ്ട്. ഇന്നലെ കണ്ട ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ കണ്ട വില്ലേജ് ഓഫീസിൽ നിന്ന് കണ്ട വിളിച്ചേക്കുന്നു.
ഇതൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് റെഡിയാക്കി. ഇതിനെല്ലാം പറഞ്ഞില്ല, ഇവരെ ആരെയും സ്വന്തമായി ഒരിടത്തും പോകാൻ ഞാൻ വിട്ടിട്ടില്ല. ഇന്ന് അവർക്ക് ഇതിനകത്ത്, ഈ കാണുന്നതിനകത്ത് എത്ര പേര് കഴിയാൻ പറ്റും? ഇന്ന് കഴിയുന്നുണ്ട് 5 പേര്. അതുകൊണ്ട് തൽക്കാലം ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവരെ അങ്ങോട്ട് മാറ്റിയേക്കുക. ഇവരാരെങ്കിലും കൂടെ ഇതിനകത്ത് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവരും കൂടെ ഇതിനകത്ത് നിൽക്കും. മറ്റൊരു വാടക കൂടെ കൊടുക്കണ്ട. വാടക മാത്രമല്ല, 2 വീട്ടുപോയിന്റ് ചെലവ് വരെ അറിയണം. അപ്പോൾ എത്ര പേരായെന്ന് പറയും? 7 പേരുടെ കേസായി. ഇതിൻ്റെ ഇടയിൽ ദാ എനിക്ക് മൂത്ത മോളുണ്ട്, 14 വയസ്സ്, സ്കൂളിൽ പോയേക്കുന്നതാണ്ട്. ആളിന് ജന്മം മുതൽ അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ ഈ വീട് വെച്ചിട്ട് 10 കൊല്ലത്തിന് മേലെ, 10-12 കൊല്ലമായി. അന്ന് ഈ വീട് വാടക വീട്ടിൽ നിന്ന് മാറി 6 വീട് വാടകയ്ക്ക് മാറി. ആ വീട് മാറി ഇങ്ങോട്ട് വരുന്ന സമയം ഈ വീട് കണ്ടപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, പറയൂ എനിക്ക് ഈ വീട് വേണ്ടെന്ന്. കാര്യം എനിക്ക് മറ്റേ എന്തുവാ സിമെന്റ് തേച്ച വീട് മതിയെന്ന്. ഞാൻ ഒപ്പിച്ചിട്ട് ഒക്കുന്നില്ല, കാരണം ഇനി അങ്ങോട്ട് പറ്റൂല. എൻ്റെ കാണ്ടെ ഇപ്പൊ ഈ ആഴ്ച കിട്ടിയതാ. ദാണ്ട കൊണ്ട് വെച്ചേക്കുന്ന ഇതിനകത്ത് മൊത്തം ഇതൊക്കെ തന്നെ. പിന്നുള്ളത് ഈ കഴിഞ്ഞ മഴയത്ത് ആ വീട് വാടകയ്ക്ക് എടുക്കുന്നു. കാരണം ആ വീട്ടുകാരുടെ തെറ്റല്ല, അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്ഥലം മേടിച്ചു, കൂട്ടുകാരും എല്ലാം കൂടെ ഒക്കെ വന്നിട്ട് ഇടിച്ചും കിളച്ചും പിടിച്ചും ഒക്കെ ആയിട്ട് അന്ന് ഈ ഒരു ഷെഡ് ഒപ്പിച്ചു. ആ ഒരു ഷെഡ് ഒപ്പിച്ചപ്പോൾ ഇവിടുന്ന് മണ്ണ് കിളച്ച് മാറ്റിയതാണ്. കിളച്ച് മാറ്റിയത് ആ ഒരു ബാത്റൂം ഇരിക്കുന്നുണ്ടോ, കാരണം അവർക്കും വെക്കാൻ വേറെ സ്ഥലമില്ല. ഇതിപ്പം കറക്റ്റ് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത് കെട്ടിക്കൊടുക്കേണ്ടതെന്ന് എൻ്റെ കയ്യിലെങ്ങാണ്ട് നിവർത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ അത് നടക്കുമോ? അവരെ കൊണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞില്ലേ, അവർ തീരെ തെണ്ണമാണ്. ഇപ്പോൾ അവർ പോലും ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു 3 മാസം ആ വീട്ടിൽ ഞങ്ങൾ പോലും കയറിയിരുന്നു. ഉമ്മാക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ തന്നായിരുന്നവർ. ഈ ചൂട് കണ്ടേ ഇത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ ഒക്കെ കാണിച്ച് ഇന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചപ്പോൾ അടുത്ത് പറഞ്ഞ് ആ സാധനം വന്ന് വീഴട്ടെ, മഴയത്ത് നമുക്ക് മറ്റേ അതിദാരിദ്ര്യ എന്തോ പട്ടികയല്ലോ എങ്ങാണ്ട് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീടൊരെണ്ണം ഉണ്ടാക്കാം. ഇതിനകത്ത് ആളുണ്ടായിട്ട് വേണ്ടേ വീടുണ്ടാക്കാൻ? ആ സമയത്ത് ആ മാമായും മാമിയും കൂടെ അങ്ങോട്ട് മാറ്റിയേ. കാരണം അവരുടെ പേരിൽ ഒന്നുമില്ല, അന്നുമില്ല ഇന്നുമില്ല. അന്ന് മുതലേ കൂടെ കൂടിയതാ. എന്ത് ചെയ്യാനാ? വേറൊന്നിനും പള്ളിക്കൂടത്തിൽ പോലും പോയിട്ടില്ല. അങ്ങനത്തെ ആളെ എന്തെങ്കിലും ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? ഇവർക്ക് ആർക്ക് എന്ത് ചെയ്യണമെങ്കിലും ഒരു അന്നേ ഞാൻ പറയുന്നുണ്ട്, ഇതാ എനിക്കും തന്നിട്ടുണ്ട് 2 പ്രോപ്പർട്ടി. എന്ത് ഇവിടെ കണ്ട കാണണം. ഈ തോള് തേയ്മാനത്തിന് ഒരെണ്ണം, 2 തോളും തേയ്മാനോ, ഈ കുഞ്ഞു വിരലിന് ഒരെണ്ണം. ഇതാണ്ടേ പച്ചക്ക അന്ന് ചുമ്മാ കട്ടയ്ക്കകത്ത് അങ്ങോട്ട് പച്ച മണ്ണിൻ്റെ മേളിൽ പറക്കി വെച്ചത്. ഇതിൻ്റെ മേളിലെങ്ങാണെങ്കിൽ അത് വന്ന് തട്ടിയാ എന്തെങ്കിലും പൊടി കാണുമോ? അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇനി താണ്ട ഇതിൻ്റെ അടിവശവും ഇതുപോലത്തെ വഴി തന്നെയാണ്. അത് കെട്ടണമെങ്കിലും ഒരു തുകയാണ്. ഇതെല്ലാം കൂടെ ഈ പറക്കി ചേരുന്നത് എൻ്റെ സമയക്കുറവുണ്ടായി. എനിക്ക് ഈ ഒരു ആട്ടും കൂട് എത്രയും പെട്ടെന്ന് അടിച്ച് ലെവലാക്കാൻ പോകുന്നത് എന്തിനാണെന്നറിയുമോ? വ്യക്തിഗതയായ ലോണെങ്ങാണ്ട് ഇപ്പോൾ ആട് വളർത്തൽ കിട്ടും. വീണ്ടും ആട് വളർത്താമെന്ന് വിചാരിക്കുക. എൻ്റെ കഷ്ടപ്പാട് കുറേ കൂടെ കൂടും. കാരണം തോല് ഇവിടെ കൊണ്ടിട്ട് കൊടുക്കണം ഇത് വെച്ച് കെട്ടണമെങ്കിൽ. കാരണം ഈ ആ ഒരു 4 മാസമായ പൊടി കുഞ്ഞിനെ ഇട്ടിട്ട് ഇവരെ കൂടെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒക്കെ തട്ടിപ്പറക്കിയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇവിടെ ഉറപ്പിച്ചൊരു കൂട് വയ്ക്കാൻ പറ്റില്ല. ഇവിടെ ഉറപ്പിച്ചൊരു കൂട് വയ്ക്കാൻ പറ്റൂലാത്ത കാര്യം ഇതിന് ചുറ്റും കട്ട കെട്ടിയിരിക്കുക. ഇതിന് ചുറ്റും കട്ട കെട്ടി കൂട് ഞെരുങ്ങി നിന്ന ആടാ. കാരണം എന്താണ്, ഇവനായി ഇപ്പോൾ ക്രോസിങ്ങിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവൻ 2 മാസം പ്രായമുള്ളപ്പോൾ കൊണ്ടുവന്ന് ഒന്നും വേണ്ട, കയർ പോലും ഇടണ്ട. പിന്നെ ഇവർ തമ്മിലിടിക്കുന്നുണ്ട്, കയറിട്ടതാ. ഇപ്പോൾ അവനാ ചെറിയൊരു രീതിയിൽ ഒരു വരുമാനം തരുന്നത് ഒന്ന്. അപ്പോൾ ഇത് എങ്ങനെ ഇട്ടാലും ഇതല്ല. അകത്ത് ഞാൻ മറ്റേ പച്ച ഇതിട്ടേക്കും. അത് ഒരെണ്ണം മേടിക്കണമെങ്കിൽ എത്രയോ 350-400 രൂപ വേണം. ഇത് ഇത്ര ഇടണം, രൂപ എത്ര വേണം? ആക്രിയിൽ നടക്കുക കുറച്ച് ദിവസം കൊണ്ട് പൈപ്പ് എടുത്തിട്ടെങ്കിലും കൂടി ചെയ്യാൻ. ഇതൊക്കെയാ. പിന്നെ ഇനിയുള്ളത് ഭദ്രമാക്കി ഞാൻ അടച്ചു പൂട്ടി കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സാധനവും കൂടെ കാണണ്ട. ഇവിടെ ചാവി കൊണ്ട് എൻ്റെ കൊച്ചിതാ കരയുന്നു. നെല്ലടാ മോളെ ഏതാണ്ട് ചാക്കോലും മേശയും ഒക്കെ ഇട്ടിട്ട് കൂട്ടി വെച്ചിരിക്കും. അതാണ്ട കരയുന്നു. വേറെ എന്തെങ്കിലും രീതിയിലാണ് കരയുന്നതെങ്കിൽ ഇതൊരു കരുതലിന് വെച്ചേക്കുന്നതാ.
എല്ലാ ദിവസവും ഒരാളിൻ്റെ മുമ്പിലും ചെന്ന് കൈനീട്ടുന്നതല്ല. ഇതിൻ്റെ സമ്പാദ്യമാണ്. ഇതിൻ്റെ ഇടയിൽ വേറെയും ഉണ്ട്. ഇതൊക്കെ 1 ലക്ഷം രൂപയൊക്കെയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒക്കെ വരുമാനമാവണമെങ്കിൽ ഇല്ല, ഞാൻ എടുത്തുകൊണ്ട് വരാം. കരയില്ലേ? എന്തുവാ? അപ്പോൾ അത് ഉണർന്നിട്ട് അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിന് ഞാൻ ആരോട് ചെന്ന് പറയാൻ? ഇവരുടെ ഇടയിൽ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞില്ല, ഒരാളിനെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ജ്യേഷ്ഠന്മാരുടെയും ഒന്ന് വീണ് പോയ വയസ്സ് 50-60 ഒക്കെ ആയി, ഒന്നിനും അവരെയും പറ്റില്ല. ഈ വരുന്ന ഫസ്റ്റ് കോൾ ഒരു മുള്ള് കൊണ്ടാൽ സ്വന്തമായി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വരുന്ന കോൾ എനിക്കായിരിക്കും. ഇതിനിടയിൽ പല പ്രാവശ്യം ഞാൻ പലതും തീരുമാനിച്ചിട്ടുണ്ട്. ഇതല്ലെങ്കിൽ ഈ പറയും പോലെ ഒന്നും അറിയാതെ കുറച്ച് കള്ളും മേടിച്ച് കുടിച്ചു. ഞാൻ കുടിച്ചു, അത് തെറ്റാന്നല്ല, ഞാൻ കുടിച്ചു. പക്ഷെ എന്നെ കൊണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ കിടക്കുന്ന ഇന്നത്തെ വരുമാനം ഈ റബ്ബറിൻ്റെ കേസ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം ഒന്നാട്, ഒന്ന് പച്ചക്കറി. ഇവിടെയെല്ലാം ഞാൻ എത്തണം. 3 ഫ്ലോട്ടിലായിട്ടാണ് പച്ചക്കറി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറി ഇട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ആഴ്ചയിൽ 2-3 ദിവസമേ പോകൂ. കാര്യം ഇത് 2 ദിവസത്തേതാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഞാനീ പറയുന്നതും ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ ഇന്ന് മുതൽ കണ്ടിട്ടൊരു സിമ്പതി കാണിക്കാനോ ഒരു സിമ്പതിക്ക് വേണ്ടിയോ അല്ല. ഞാൻ ഇന്നലെ വരെ എങ്ങനെ പോയോ അങ്ങനെ തന്നെ പോകൂ. എന്നെ ഈ പറയുന്നവരിൽ വ്യക്തികളിൽ നിന്നും കടലിൽ കിടക്കുന്നത് അതിനേക്കായൊക്കെ മുന്നേ ഞാനാ പോകുന്നതെങ്കിൽ കാര്യം ഇപ്പോൾ ഈ ഒരു 6 വർഷം വരെയായി വെളുപ്പിലെ 4 മണിക്ക് എൻ്റെ അലാറം തുടങ്ങിയിട്ട്, 4 മണിക്ക് അടിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഈ അയൽവക്കത്തുള്ള 3 വീട്ടുകാർക്കും അറിയാവുന്നൊരു കേസാണ്. പിന്നെ രാത്രി അവർ കിടക്കുമ്പോൾ എപ്പോൾ കിടന്നാലും 11 മണി 11:30 ആവും ഞാനിവിടെ കിടക്കാൻ. കാര്യം എൻ്റെ ഈ വയലിലെ പരിപാടി, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ ഫോൺ ചെയ്താലോ മെസ്സേജ് അയച്ചാലോ ഒന്നും ഞാൻ റിപ്ലൈ കൊടുക്കലില്ല. മെസ്സേജിന് കൊടുക്കലുണ്ട്, ഫോൺ ചെയ്താൽ കൊടുക്കലില്ല. കാരണം ആ ഫോൺ എടുത്ത് വെച്ച് കളയുന്ന സമയം എനിക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒരു 8 മണി 8:30 ആവും. ഇത് കഴിഞ്ഞ് കൂടുകളിലൊക്കെ കയറി ഇവരെയൊക്കെ നോക്കി കണ്ടുമൊക്കെ ഇറങ്ങി വരുമ്പോൾ എങ്ങനെയായാലും ഞാൻ കുളിച്ച് ആഹാരം കഴിക്കുമ്പം 10 മണി 10:30 മണിയാവും, 11 മണിയാവും കിടക്കുമ്പോൾ. ഈ കിടക്കുന്ന ഞാൻ ആ 4 മണി എനിക്ക് എഴുന്നേക്കണം. ഒരു ദിവസവും 2 ദിവസവും അല്ല, ഈ പറയുന്ന 6 വർഷമായി ഇപ്പോൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെക്കായൊക്കെ മുന്നേ പോകേണ്ടി വന്നാൽ ഇവരെ കൂടെ ഒന്ന് നോക്കിക്കോണം. അപ്പോൾ ഇന്നത്തേക്ക് ഓക്കെ.